ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ലിസണിങ്, ട്രാൻസ്പെറൻസി, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റിവൈവൽ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും ചിന്തിക്കുമ്പോഴേക്കും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്പെറൻസി ആവശ്യമാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു സ്നേഹത്തിൽ ഇനിയെങ്കിലും ഒരു സിൻസിയാരിറ്റി കാണിക്കണം. ചീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാ രീതിക്കും ഒരു ട്രാൻസ്പെറൻസി കാണിച്ചുകൊണ്ട് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളെ കുറച്ച് കൂടുതലായിട്ട് തന്നെ മനസ്സിലാക്കണമെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണമെന്നും അവരിപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ്. എങ്കിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതിലൂടെ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിവൈവൽ ആണ് വന്നിരിക്കുന്നത്. അതായത് റീകണക്ഷൻ ആണ്. നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറായി നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ന്യൂ സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ബിഗിനിങ് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ചാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്.